ജ്യോതികുമാർ ചമക്കാല, ഇതൊരു അപകടമാണ്, ഇതൊരു ഒരാൾ ചെയ്ത ക്രൈമാണ്, അതിന് നടപടി വേണം. സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന മുദ്രാവാക്യം മുഴക്കുമ്പോൾ അതിനുള്ള എന്തു തെളിവാണ് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ജെക്സി തോമസ്. ഇന്നലെ ഉണ്ടായ ആ സംഘർഷവും റോഡ് തടയലും ഒക്കെ സാധാരണഗതിയിലാണ് എങ്കിൽ ഉണ്ടാവാത്ത ഒന്ന് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാവുകയും ഇന്ന് ഈ നിമിഷം വരെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയം തിരിച്ചറിയപ്പെടില്ലേ? ഒരിക്കലുമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ഈ മെയ് മാസമാണ് പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ ഒരു 7 വയസ്സുള്ള കുട്ടി, ആ കുട്ടിക്ക് പേ വിഷബാധ ഏറ്റു എന്ന സംശയത്തിൻ്റെ പുറത്ത് ആൻറ്റി റാബീസ് വാക്സിൻ എടുത്തതിന് ശേഷവും ആ കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അത് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയാണ്. സ്വാഭാവികമായി ആ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അവിടെ കളക്ടർ ഉൾപ്പെടെ വന്നു. ഞങ്ങൾ ആ കളക്ടറെ ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങളുണ്ടായാൽ, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായാൽ, അതിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ പ്രതികരിക്കാതിരിക്കാൻ ഞങ്ങൾക്കാകില്ല. മനസാക്ഷിയുള്ളവർ ആരായാലും പ്രതികരിക്കും. അത് ജനകീയമായ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു എന്ന് LDF പറയുന്നതായി താങ്കൾ സൂചിപ്പിച്ചു. ഞാനിവിടെ ചോദിക്കുന്ന ചോദ്യം, ഇന്നിപ്പോൾ നിങ്ങളുടെ ചാനലിൽ തന്നെ ഏതാ റിപ്പോർട്ടറുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഈ ഷാനുവിൻ്റെ അമ്മ രജനി കൃത്യമായ ഒരു ഇൻ്റർവ്യൂ ബിജു പങ്കജിനാണ് കൊടുത്തിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇത് നേരത്തെ തന്നെ ഞങ്ങളുടെ പ്രദേശത്തുള്ളവർ കൃത്യമായി KSEBയെ അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ മരണപ്പെട്ട മറ്റൊരു ഇൻസിഡൻറ്റിൽ മരണപ്പെട്ടിട്ടുള്ള നമ്മുടെ റഷീദിൻ്റെ സഹോദരൻ വളരെ കൃത്യമായി പറയുന്നു. അവരും നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതെ, അവരെല്ലാവരും കൃത്യമായി പറയുന്നു. ഇത്തരത്തിൽ KSEBയെ അറിയിച്ചതിന് ശേഷവും ഇത്തരത്തിൽ KSEB ലൈനിൽ നിന്ന് നേരിട്ട് കറണ്ടെടുത്ത് ഇത്തരത്തിൽ പന്നി കെണി ഉണ്ടാക്കുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ഇതിനെക്കുറിച്ച് നടപടിയെടുക്കാനോ ഒരു തീരുമാനവും KSEBയുടെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദാരുണമായ സംഭവമല്ലേ? അപ്പോൾ സർക്കാരിൻ്റെ വീഴ്ചയുടെ ഭാഗമായിട്ടല്ലേ ഈ കുട്ടി മരിച്ചത്? അപ്പോൾ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അവഗണന മൂലം, കിട്ടിയ പരാതി പോലും പരിഹരിക്കാത്തത് മൂലം, അതിലുണ്ടായ വീഴ്ച മൂലമാണ് ഈ കുട്ടി മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ നിഷേധിക്കുന്നത്? നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? എന്നിട്ടോ വിവരം കെട്ട മന്ത്രിമാർ ഒന്നിന് പിറകെ ഒന്നായി പറഞ്ഞുകൊണ്ടിരിക്കുക. ആദ്യത്തെ മന്ത്രി പറഞ്ഞെന്താ? ഈ സ്ഥലം മാറി പറയുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രായം മൂലമായിരിക്കാം അദ്ദേഹം ഇങ്ങനെ മാറ്റി തിരിച്ചുമൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞെന്ന് മാത്രമല്ല, അതിനുശേഷം ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവുമില്ല, ഞങ്ങൾ അതെല്ലാം അവിടുത്തെ പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് നോക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് ഇലക്ട്രിസിറ്റി വകുപ്പ് കൈയെഴുതുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു, ഇത്തരത്തിൽ വനം വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായ ആ ആരോപണം, ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്നു. അപ്പോൾ ഇവിടെ രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തുന്നത് ആരാണ്? ഒരു 15 വയസ്സുകാരൻ ഇത്തരത്തിൽ സർക്കാരിൻ്റെ അനാസ്ഥ മൂലം കൊല്ലപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ടോ, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണോ എന്ന് ചോദിക്കുന്ന മന്ത്രിയും ആ മന്ത്രിയെ പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷവും എന്ത് മെസ്സേജാണ് ഈ പൊതുസമൂഹത്തിന് നൽകുന്നത്? എന്താ പറയുന്നത്? ഞങ്ങൾ ഗൂഢാലോചന നടത്തിയെന്ന് അല്ലേ? എന്ത് ഗൂഢാലോചനയാണ്? ഞങ്ങൾ അവിടെ പോയി പന്നിക്കണി വെച്ചോ? ഞങ്ങൾ ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി അവിടെ പന്നിക്കണിയിൽ തള്ളിയിട്ടോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉത്തരവാദിത്വപ്പെട്ട ഭരണപക്ഷം, സർക്കാരിന്റെ ഭാഗമായിരിക്കുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി, വനം മന്ത്രി, ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ എല്ലാവരും അവർക്ക് തോന്നും പോലെ പറയുകയാണ്. ഇത്തരത്തിൽ ഉത്തരവാദിത്വരഹിതമായി സംസാരിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിമാരും ഈ സംസ്ഥാനത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ പിണിയാളുകളുമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അപ്പോൾ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഈ ആസൂത്രണം നടത്തി ഉണ്ടാക്കിയ ഒരു കൊലപാതകമാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അതാണോ ഗൗരവമുള്ളത്? അതോ ഞങ്ങൾ പറഞ്ഞ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായതിന്റെ പേരിൽ സർക്കാർ സ്പോൺസേഡ് മർഡർ എന്ന് പറഞ്ഞ ആ വാചകമാണോ ശരി? ഞങ്ങൾ പറഞ്ഞതല്ലേ ശരി? സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള KSEBയോടും ഫോറസ്റ്റിനോടും ഒക്കെ നിരന്തരമായി പറഞ്ഞു എന്നിപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ പറയുകയല്ലേ? അപ്പോൾ അത്രയും പറഞ്ഞ് അവരെയൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് അലംഭാവം ഉണ്ടായതിന്റെ ഭാഗമായി ഒരു കുട്ടി മരണപ്പെട്ടാൽ അത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകം തന്നെയാണ്.